നമസ്കാരം, A1 ന്യൂസിലേക്ക് സ്വാഗതം. മലയോരത്തിന് ടൂറിസം പദ്ധതിയുടെ സ്വർണ്ണ ചിറകിൽ വാനോളം ഉയരാം ഇനിയുള്ള നാളുകളിൽ. ചെറുപുഴ പഞ്ചായത്തിലെ അതുല്യവും ആകർഷകവുമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച് സാഹസിക വിനോദയാത്രയ്ക്ക് തുടക്കമായി. ചെറുപുഴ പഞ്ചായത്തിന്റെയും കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും സഹകരണത്തോടെ മലബാറിലെ ചെറുകിട ടൂറിസം സംരംഭകരുടെ സംഘടനയായ ആർട്ടം ആണ് ചേസിംഗ് മൺസൂൺ എന്ന ഈ സാഹസിക വിനോദയാത്ര സംഘടിപ്പിക്കുന്നത്. വിനോദയാത്രയുടെ ഉദ്ഘാടനം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KF അലക്സാണ്ടർ നിർവഹിച്ചിരിക്കുകയാണ്. യോഗത്തിൽ ആർട്ടം പ്രസിഡന്റ് TC അബ്രഹാം അധ്യക്ഷത വഹിച്ചു. ചേസിംഗ് മൺസൂൺ പ്രോഗ്രാം ഡയറക്ടർ രാഹുൽ നാരായണൻ, ജോസ് അഗസ്റ്റ്യൻ, ജോയി അഗസ്റ്റ്യൻ, ജോയ് ജോസഫ്, മോഹൻ കുമാർ എന്നിവർ പ്രസംഗിച്ചു. ജനപ്രതിനിധികൾ, ടൂറിസം സംരംഭകർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിധരായിരുന്നു. എല്ലാവിധ സൗകര്യങ്ങളും പരിശീലനം നൽകുകയും അതോടൊപ്പം തന്നെ പുതുതായി വരുന്ന സംരംഭകർക്ക്, താല്പര്യത്തോടെ വരുന്ന സംരംഭകർക്ക് അവർക്ക് വേണ്ടുന്ന എല്ലാ ട്രെയിനിങ്ങുകളും സൗകര്യങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ മേഖലയിൽ പിന്നോക്കം നിൽക്കുന്ന ഈ കാസർഗോഡ് കണ്ണൂർ മേഖലയിൽ ടൂറിസത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഈ മേഖലയിൽ പുറം ലോകത്തെ, ടൂറിസം ലോകത്തെ പരിചയപ്പെടുത്തുക എന്നൊരു ഉദ്യമത്തിലാണ് ആട്ടം. അതിന് മുന്നോടിയായി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ആർട്ടം കാസർഗോഡ് ജില്ലയിൽ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ടൂറിസം ദിനത്തിൽ ഫോറസ്റ്റ് വാക്ക്, പുരാതന ശിലാന്യാസത്തെക്കുറിച്ചുള്ള അറിവ് തേടൽ, അതുപോലെ തുളുനാട് മൺസൂൺ ട്രെയിൽ എന്ന ചരിത്രശേഷിപ്പുകളെയും ചരിത്രത്തെക്കുറിച്ചും കാസർഗോഡിന്റെ, കണ്ണൂരിന്റെയും തനത് ഭക്ഷണ വൈവിധ്യത്തെയും സംസ്കാര വൈവിധ്യത്തെയും അതുപോലെ പലതരത്തിലുള്ള വൈവിധ്യമാർന്ന നമ്മുടെ ടൂറിസം സാധ്യതകളെ പരിചയപ്പെടുത്തുക എന്നൊരു ഉദ്യമത്തിലാണ്. കണ്ണൂർ ജില്ലയിൽ ഇതാദ്യമായി ചെറുപുഴ പഞ്ചായത്തിന്റെ സഹകരണത്തോടു കൂടി നമ്മൾ ഇവിടെയും ആ ഉദ്യമത്തിന് ഇന്ന് തുടക്കമിടുകയാണ്. അതിന് തുടക്കമെന്നോണം ഇതിങ്ങനെ സജസ്റ്റ് ചെയ്തപ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ജോസ് അഗസ്റ്റിനും രാഹുലും ഊർജ്ജസ്വലനായ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുഴുവൻ പിന്തുണയും ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്നും വിചാരിക്കാതെ ഇതിലേക്ക് മുമ്പോട്ട് ഇറങ്ങുകയാണ്. അതിനായിട്ട് കുറച്ച് ചെറുപ്പക്കാർ ഇതിൻ്റെ പുറകെ ഒരു 2 ആഴ്ചയായിട്ട് ഇതിൻ്റെ പുറകെ കൂടി ഇങ്ങനെ ഒരു സംരംഭം നടത്തി ഒരു തുടക്കമിടുവാനായിട്ട് പ്ലാൻ ചെയ്തതാണ്. ഇത് ചെറിയൊരു സംരംഭമാണ്, ചെറിയൊരു തുടക്കമാണ്. പക്ഷേ ഈ തുടക്കം ഒരു വലിയ മുമ്പോട്ടുള്ള കാൽവയ്പിൻ്റെ ഒരു ആദ്യത്തെ ചവിട്ടുപടി മാത്രം നോക്കിയാൽ മതി. എന്തെന്നാൽ പ്രകൃതി രമണീയത കൊണ്ട് അനുഗ്രഹിച്ച ഒരു സ്ഥലമാണ് നിങ്ങൾക്കുള്ളത്. ഈ ചെറുപുഴ പഞ്ചായത്ത് എന്ന് പറയുന്നത് പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ ഉൾപ്പെട്ടതാണ്. ഇതിൻ്റെ അടുത്തുള്ള പല പഞ്ചായത്തുകളും അതുപോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട പഞ്ചായത്തുകളാണ്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള കൊടകില് എല്ലാ വീടുകളിലും ഹോം സ്റ്റേ ഉണ്ട്. ഒരു വീക്കെൻഡിലും ഒറ്റയിടത്ത് പോലും ഒരു അക്കോമഡേഷൻ കിട്ടുവാൻ സാധ്യതയില്ല. പക്ഷേ അവിടെ എന്താണുള്ളത്? വെറും കുറച്ച് കാപ്പിയോ ചായയോ കൃഷികളോ കുറച്ച് കാടുകൾ, പോകാനുള്ള നല്ല വഴികളില്ല, മറ്റു കാര്യങ്ങൾ ഒന്നുമില്ല. എന്നിരുന്നാലും കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് അവര് നല്ലവണ്ണം സംരംഭങ്ങളെ നടത്തുന്നതിനെ കുറിച്ച് അറിയുന്നതിനും അതിൻ്റെ ട്രെയിനിങ് സംവിധാനങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നതിനും വേണ്ടി എത്തിയിട്ടുള്ളവരുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മാധ്യമ പ്രവർത്തകർ, ചെറുപുഴ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം സാർ പറഞ്ഞതുപോലെ തന്നെ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഭൂപ്രദേശമാണ്. അതിൽ വിദേശികളായിട്ടുള്ള ടൂറിസ്റ്റുകൾക്കായാലും സ്വദേശികളായ ടൂറിസ്റ്റുകൾക്കായാലും
താല്പര്യം ജനിപ്പിക്കുന്ന നിരവധിയായിട്ടുള്ള ചെറിയ ചെറിയ പ്രദേശങ്ങളുമുണ്ട്. ഫാം ടൂറിസമോ പിൽഗ്രിം ടൂറിസമോ അഡ്വഞ്ചർ ടൂറിസമോ ഒക്കെയ്ക്കുമുള്ള സാഹചര്യങ്ങളുള്ള ഒരു പഞ്ചായത്താണ് ചെറുപുഴ. ഒരുപക്ഷെ നിങ്ങൾ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, ഒരു കാർഷിക ഉപകരണത്തെ പൂജിക്കുന്ന ഉത്തര കേരളത്തിലെ ഒരേ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഈ പഞ്ചായത്തിലാണ്. അവിടെ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചക്കാണ് അവിടുത്തെ പ്രധാന അവർക്ക് പ്രതിഷ്ഠ, അങ്ങനെയായിരിക്കും ഇതിനെ പറയേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. ചക്കാല ദേവസ്വം എന്നാണ് അത് അറിയപ്പെടുന്നത്. അത് നമ്മുടെ പഞ്ചായത്തിനുണ്ട്. ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമായ താബോറും കൊട്ടത്തലച്ചയും നമ്മുടെ പഞ്ചായത്ത്. അതിപുരാതനമായ ക്ഷേത്രങ്ങളും മുസ്ലിം പള്ളികളും ഈ പഞ്ചായത്ത്. ഇനി നല്ല ഒന്നാം തരം കർഷകര് അത് ഓർഗാനിക് ഫാമിംഗ് ആണെങ്കിലും അല്ലാതെയും നടത്തുന്ന കർഷകർ, സംസ്ഥാന അവാർഡ് നേടിയ കർഷകര് ഉള്ള പഞ്ചായത്താണ് ചെറുപുഴ പഞ്ചായത്ത്. ഫാം ടൂറിസത്തിനുള്ള സാധ്യതകളെ കുറിച്ച് ഞാൻ വെറുതെ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ട്രക്കിങ്ങിനുള്ള സൗകര്യം കൊട്ടത്തലച്ചിയിൽ ഏകദേശം 4 കിലോമീറ്ററോളം ദൂരത്തിലുണ്ട്. അത് സാമാന്യം അതിസാഹസികമായി മാത്രം യാത്ര ചെയ്യാൻ കഴിയുന്ന പുൽമേടും കല്ലും ഒക്കെയാണ്. അതിമനോഹരമായ പുൽമേടുണ്ട്. താബോറില് നിങ്ങളുടെ തന്നെ ഒരു മെമ്പറായ ജോസഗസിന്റെ ഉത്തരവാദിത്വത്തിൽ നടക്കുന്ന ആ സ്ഥലത്ത് ഒരുപക്ഷെ പലപ്പോഴും നമ്മളെ ഈ അവിടുത്തെ ഒരു കാലാവസ്ഥയെ നമുക്ക് കൊടകിലുള്ള ചില ടൂറിസ്റ്റ് സെന്ററുകളുടെ കാലാവസ്ഥയോട് താരതമ്യപ്പെടുത്താൻ കഴിയുന്നതാണ്. സാറ് പറഞ്ഞു വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് വേറെ സ്ഥലങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ പിന്നെ നമ്മൾ കോടഞ്ചേരി അങ്ങോട്ടേക്ക് പോകണം. അതിന് ഒന്നിലധികം സംരംഭകര് ചെറുപുഴ പഞ്ചായത്തിലുണ്ട്. രജിസ്റ്റേർഡ് സൊസൈറ്റികൾ എൻ്റെ അറിവിൽ 3 എണ്ണം ഉണ്ട്. സ്റ്റോറീസ് എന്നുള്ള ഒരു കമ്പനി, ഒരു ട്രാവൽ കമ്പനിയാണ് അത് നടത്തുന്നു. കൂടാതെ ആർടെമ്മിന്റെ തുടക്കം മുതൽ അതിന്റെ കൂടെയുണ്ട്. അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. ചെറുപുഴ പഞ്ചായത്ത് ആദ്യം പറയാനുള്ളത്, സാറിന്റെ പ്രസിഡന്റ് സാറിന്റെ ഒരു സ്പീച്ച് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ഒരു 10-12 വർഷത്തെ എൻ്റെ ടൂറിസം രംഗത്തെ അനുഭവ പരിചയത്തിൽ ഒരു ജനപ്രതിനിധി നടത്തിയ, കേരളത്തിലെ ഒരു ജനപ്രതിനിധി നടത്തിയ ഏറ്റവും നല്ല ഒരു പ്രസംഗങ്ങളിൽ ഒന്നാണ് ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനെക്കുറിച്ച് ഇത്രയും ഉൾക്കാഴ്ചയുള്ള ഒരാള് ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് ഉണ്ടാവുക എന്നുള്ളത് തന്നെ വലിയ ഭാഗ്യമാണ്, എല്ലാവർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്. കാരണം അതിന്റെ ഈ തിരക്കുകൾക്കുള്ളിലെല്ലാം തന്നെ തൻ്റെ പ്രദേശത്തെ ഒരു പഞ്ചായത്തിലെ സാധ്യതകൾ എന്താണെന്ന് അദ്ദേഹത്തിന് ഓരോ വളവും തിരിവും വരെ വെച്ച് ഒരു ചെറിയ വെള്ളച്ചാട്ടം വെച്ചിട്ട്, അല്ലെങ്കിൽ അതിന്റെ ടൂറിസം എന്നുള്ള ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് തന്നെ, കൂടാതെ അത് എങ്ങനെ ഞങ്ങളുടെ ഒരു പ്രദേശത്തേക്ക് കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണയുള്ള ഒരു 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 ജനപ്രതിനിധിയുടെ ഒരു പ്രസംഗമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് കൊട്ടത്തലച്ചിയും തിരുനെറ്റിക്കല്ലും എല്ലാം സ്ഥിരമായി വരുന്ന ഒരാളാണ്. ഒരുപാട് ആൾക്കാർ, എൻ്റെ തന്നെ ഗസ്റ്റിനെ ഞാൻ ഹവായിയും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നിയറസ്റ്റ് വാട്ടർ പോയിന്റ് അല്ലെങ്കിൽ ഒരു ഹിൽ സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് പോയിന്റ് എന്ന് പറയുന്നത് പുളിങ്ങവും അല്ലെങ്കിൽ ചെറുപുഴ പഞ്ചായത്തുമാണ്. കഴിഞ്ഞ് കുറേ വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ചത്. പെട്ടെന്ന് തീരുമാനിച്ചത് 2 ആഴ്ച കൊണ്ടാണ് തീരുമാനിച്ചത്. അതിന് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ ഒരു സഹായവും കിട്ടി. അതിന് ആദ്യമായി നന്ദി പറഞ്ഞുകൊള്ളുന്നു. എന്നിലെ യാത്രയോടും ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഒരു എന്താ പറയുക കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു.
അതുകൊണ്ട് പല സ്ഥലത്തും പോയപ്പോൾ എന്തുകൊണ്ട് അതിലൂടെ കടപിടിക്കുന്ന നമ്മൾ ഈ സ്ഥലം വികസിപ്പിച്ചുകൂടാന്നൊരു തോന്നൽ മനസ്സിലുണ്ടായി. അങ്ങനെ ഒരു സമയത്ത് താബോറിൽ ഒരു സ്ഥലം വാങ്ങാൻ പറ്റി. അത് നോക്കുമ്പോൾ മറ്റു പല പ്രദേശങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം സാധ്യതയുള്ളതാണ്. ഇവിടെ പറയാത്ത വേറൊരു ടൂറിസം മേഖല കൂടി നമുക്കുണ്ട്. ഇത് താരനിരീക്ഷണം. എന്റെ മനസ്സിൽ പലതും പറയണമെന്നുണ്ടായിരുന്നത് മുഴുവൻ നിങ്ങളുടെ സ്നേഹസമ്പന്നനായ പഞ്ചായത്ത് പ്രസിഡന്റ് യാത്രകൾ അമേരിക്കയിലായാലും ന്യൂസിലാൻഡിലായാലും ഹോങ്കോങ്, മക്കാവു, ചൈന, സിംഗപ്പൂർ, മലേഷ്യ എന്തുകൊണ്ട് ആയിക്കൂടാ എന്ന് തോന്നുന്ന രീതിയിലാണ്. ആഫ്രിക്ക ഇസ് നോട്ട് എ ഡാർക്ക് കോണ്ടിനെന്റ് എനിമോർ. വളരെ പ്രാധാന്യമുള്ള ഒരു ടൂറിസം കേന്ദ്രമാക്കി വളർത്തിയെടുക്കാൻ, ഒരു സർക്യൂട്ട് നിലനിർത്താൻ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ ടൂറിസം വകുപ്പുമായിട്ടും TTPC-യുമായിട്ടും ചെറുപുഴ ഗ്രാമപഞ്ചായത്തുമായും സഹകരിച്ച് പ്രവർത്തിക്കാൻ ആട്ടം എന്നും മുൻപന്തിയിൽ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പു തന്നുകൊണ്ട് ഇന്ന് ഈ യോഗത്തിൽ എത്തിച്ചേർന്ന എല്ലാ അതിഥികൾക്കും ഈ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സാണ്ടർ മാസ്റ്റർ അദ്ദേഹത്തിന് ആദ്യമായി ആട്ടമിന്റെ പേരിലും ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 9207775577.